ആദ്യമായിട്ട് ഹിന്ദുത്വം ഇവിടെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് ശിവസേന ബോംബെയിൽ അധികാരം പിടിച്ചെടുത്തപ്പോഴാണ്. ബോംബെയിൽ അധികാരം പിടിച്ചെടുത്ത് ബോംബെയുടെ പേര് മുംബൈ എന്നാക്കി മാറ്റിയപ്പോഴാണ്. അപ്പോൾ യാതൊരു ഇലമറ ഇല്ലാതെ ഹിന്ദു ഹിന്ദു ഹും എന്താ മുച്ചേ ഗർവ് എന്ന് പറഞ്ഞിട്ടുള്ള കാരണമൊഴി സ്റ്റിക്കറുകളുമൊക്കെ കാണാൻ തുടങ്ങി. അതിനുശേഷം ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന വംശീയ കൂട്ടക്കൊല, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 400 കൂടുതൽ സീറ്റ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ഹിന്ദുത്വ പാർട്ടികൾക്ക് ഒരു രാഷ്ട്രീയ കരുനീക്കത്തിൻ്റെ ടെംപ്ലേറ്റ് ലഭിച്ചു, അവർക്കൊരു ചട്ടക്കൂട് ലഭിച്ചു. ഇതവർ നടപ്പിലാക്കി 2002 ഗുജറാത്ത്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായ. പിന്നെ അവരിത് പ്രാദേശികമായിട്ട് നടപ്പിലാക്കി. 2013 ഇവിടെ മുസഫർ നഗറിലെ 8-9 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇത് ജാട്ട് ഹൃദയഭൂമിയായിരുന്നു. ചരൺ സിംഗിൻ്റെ സ്ഥലമായിരുന്നു. BJP 5ാം സ്ഥാനത്തായിരുന്നു. ഈ 10-12 സീറ്റുകൾ വെസ്റ്റേൺ യുപിയിൽ പിടിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രാദേശിക സംഘർഷങ്ങളിൽ കൂടി സാധിച്ചു. സംഘർഷം അല്ലെങ്കിൽ ഈ വർഗീയ ഹത്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കണം എന്നുള്ള ടെംപ്ലേറ്റ് തയ്യാറാക്കിയത് കോൺഗ്രസ് ആണെങ്കിലും സിഖ് ഹത്യകളിൽ കൂടി അതിനെ നടപ്പിലാക്കിയത് ശരിക്കും BJP ആണ്. ഇത് അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം പേർക്ക് തോന്നിയിരുന്നില്ല. എന്നാലും ഉള്ള വിശ്വാസം ഈ നെഹ്റു ഭരണഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ച ഒരു സെക്യുലർ മനസ്സ് ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നൊരു മിഥ്യാധാരണ പല ലിബറൽസിനും ഉണ്ടായിരുന്നു, ഞാനടക്കം. പക്ഷെ അത് തകർന്നതിൻ്റെ ആദ്യത്തെ മാറ്റൊലി കേട്ടത് ഈ മഹാരാഷ്ട്രയിൽ ഇവർ പവറിൽ വരുമ്പോഴാണ്.